ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന ശാസ്ത്രമാണ്, ബേസിക് സയൻസ്. അപ്പോൾ അടിസ്ഥാന ശാസ്ത്രം പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കാണിത്. അതിൽ ഫിസിക്സ് ആണ് നമ്മളിന്ന് എടുത്തിരിക്കുന്നത്. ആദ്യ ചാപ്റ്റർ ഏതാണ്? അളവുകളും യൂണിറ്റുകളുമാണ്. അളവുകളും യൂണിറ്റുകളും. അപ്പം അളവുകളും യൂണിറ്റുകളും എന്ന പാഠത്തിൻ്റെ മുഴുവനായിട്ടുള്ള എക്സ്പ്ലനേഷൻ, അതിൻ്റെ ഇടയിലെല്ലാം ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും വരുന്നുണ്ട്. അതിൻ്റെ എല്ലാം ആൻസേഴ്സ് ലാസ്റ്റ് വരുന്ന ഈ പാഠത്തിൻ്റെ ബാക്കിൽ വരുന്ന എക്സസൈസസ് അത്രയും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് കാണുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഫിസിക്സിന് മാത്രമല്ല, കെമിസ്ട്രി, ബയോളജി, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ എല്ലാ സബ്ജക്ട്സിൻ്റെയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളുടെ വീഡിയോസ്, ഉത്തരങ്ങൾ, മോഡൽ ചോദ്യപേപ്പർ ഉത്തരങ്ങൾ, ആക്ടിവിറ്റീസ് ഉത്തരങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അളവുകളും യൂണിറ്റുകളും. ആദ്യം തന്നെ നമ്മൾ ആവശ്യമുള്ളത് മാത്രമേ പറഞ്ഞു പോവുള്ളൂ, എല്ലാം വായിക്കില്ല. അപ്പോൾ അളവുകളും യൂണിറ്റുകളും എന്നുള്ളതിൽ ഇവിടെ നോക്കൂ. ആദ്യം തന്നെ ഒരു കാറ് തന്നിട്ടുണ്ട്, 2 കോൺവെർസേഷൻ ഉണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഈ കാറിൻ്റെ എൻജിൻ ജപ്പാനിലും മറ്റു ഭാഗങ്ങൾ ഇന്ത്യയിലും നിർമ്മിച്ചതാണ്. പല രാജ്യങ്ങളിൽ നിർമ്മിക്കുന്നവ എങ്ങനെ കൃത്യമായി യോജിപ്പിക്കുവാൻ കഴിയും? അതാണ് ആ കുട്ടിയുടെ സംശയം. കുട്ടിയുടെ സംശയം ശ്രദ്ധിച്ചില്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ദൈനംദിന ജീവിതത്തിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വസ്തുക്കളുടെയും പ്രതിഭാസങ്ങളുടെയും സ്വഭാവ സവിശേഷതകൾ അളന്ന് പ്രസ്താവിക്കേണ്ടതുണ്ട്. ഇത്തരം അളവുകളാണ് ഭൗതിക അളവുകൾ. അപ്പോൾ എല്ലാത്തിനും ഓരോ അളവുകളുണ്ട് അല്ലേ? അത് നോക്കി അളന്നിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഭൗതിക അളവുകൾ എന്ന് പറയുക. അപ്പോൾ താഴെ നിങ്ങൾക്ക് കുറേ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. 1.2, 1.3, 1.4 ഓരോന്നും തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് താഴെ തന്നിരിക്കുന്ന ജീവിത സന്ദർഭങ്ങൾ ശ്രദ്ധിക്കൂ. ഓരോന്നിലെയും ഭൗതിക അളവുകൾ കണ്ടെത്തൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെ അളവുകൾ നമുക്ക് നോക്കണം. അപ്പോൾ നമുക്ക് ആദ്യം കുഴിയുടെ ആഴം അളക്കുന്നു, അത് നീളമാണല്ലേ. അടുത്തത് പച്ചക്കറിയുടെ തൂക്കം അളക്കുന്നു. നമ്മളൊക്കെ പച്ചക്കറി വാങ്ങിക്കാൻ പോകുമ്പോഴോ പഴങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോഴോ നീളം നോക്കിയിട്ടല്ലല്ലോ തരുന്നത്, ഭാരമാണ് നോക്കുന്നത്. അപ്പം നമ്മളതിൻ്റെ മാസ് എന്ന് പറയും, മാസ്. അതിന് ശേഷം വരുന്നത് തയ്യൽക്കാരൻ അളവെടുക്കുന്നു, നീളമാണ്. ഓട്ട മത്സരത്തിൽ സ്റ്റോപ്പ് വാച്ച് പ്രയോജനപ്പെടുത്തുന്നു, സമയമാണ്. രക്തസമ്മർദ്ദം അളക്കുന്നു, മർദ്ദമാണ്. ശരീരത്തിൻ്റെ ചൂട് അളക്കുന്നു, ഊഷ്മാവ്. മേൽക്കൊടുത്ത സന്ദർഭങ്ങളിലെല്ലാം ഭൗതിക അളവുകൾ പ്രായോഗിക പ്രശ്നങ്ങളെ കൃത്യമായി പരിഹരിക്കാൻ സഹായിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് പരിചിതമായ കൂടുതൽ ഭൗതിക അളവുകൾ കണ്ടെത്തി എഴുതൂ എന്നാണ്. നിങ്ങൾക്ക് പരിചയമുള്ള അളവുകൾ ഏതാ? വേഗത, സാന്ദ്രതയൊക്കെ നമുക്ക് എഴുതാവുന്നതാണ് കേട്ടോ. അതിന് ശേഷം വരുന്നത് അടിസ്ഥാന അളവുകളും വ്യുൽപ്പന്ന അളവുകളുമാണ്. അപ്പോൾ എന്താണ് അടിസ്ഥാന അളവുകൾ, വ്യുൽപ്പന്ന അളവുകൾ? ഭൗതിക അളവുകൾ അനവധിയുണ്ട്. ഇവയിൽ നീളം, മാസ്, സമയം, വൈദ്യുത പ്രവാഹ തീവ്രത, താപനില, പദാർത്ഥത്തിന്റെ അളവ്, പ്രകാശ തീവ്രത എന്നിവ അടിസ്ഥാന അളവുകൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ അടിസ്ഥാന അളവുകളുടെ പേരുകൾ നിങ്ങൾ പഠിക്കണം. ഏതൊക്കെയാണ്? നീളം, മാസ്, സമയം, വൈദ്യുത പ്രവാഹ തീവ്രത, താപനില, പദാർത്ഥത്തിന്റെ അളവ്, പ്രകാശ തീവ്രത. ഇതെല്ലാം അടിസ്ഥാന അളവുകളാണ്. ഇവയെ പരസ്പരം ബന്ധപ്പെടുത്തി മറ്റ് എല്ലാ അളവുകളെയും പ്രസ്താവിക്കാൻ കഴിയും. എങ്കിൽ എന്താണ് അടിസ്ഥാന അളവുകൾ? പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളാണ് അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടിസ്ഥാന അളവുകളൊക്കെ ഒന്ന് എടുത്തെഴുതാം നമുക്ക്. നീളം, മാസ്, സമയം, മർദ്ദം, ഊഷ്മാവ്. നെക്സ്റ്റ് വരുന്നത് നിത്യജീവിതത്തിൽ നാം അടിസ്ഥാന അളവുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഒരിക്കലുമല്ല, അടിസ്ഥാന അളവുകൾ കൂടാതെ അളവുകളുണ്ട്. പരപ്പളവ്, സാന്ദ്രത ഒക്കെ വരും കേട്ടോ. അടുത്തത് നോക്കൂ. ഇവയോരോന്നും കണ്ടെത്തുന്ന വിധം രേഖപ്പെടുത്തി പട്ടിക ഉചിതമായി പൂർത്തിയാക്കണം. ചുമർ പെയിന്റ് ചെയ്യുന്നതിന് ഭൗതിക അളവായ പരപ്പളവാണ് എടുക്കുക. പരപ്പളവ് കാണുന്ന ഫോർമുല നീളം ഇൻറ്റു വീതി. മരുന്നിൻ്റെ അല്ലെങ്കിൽ ഒരു ദ്രാവകത്തിൻ്റെ അളവ് നമ്മൾ വ്യാപ്തത്തിലാണ് പറയുക, അഥവാ വോള്യം എന്ന് പറയും ഇംഗ്ലീഷിൽ. വ്യാപ്തം കാണാൻ ചുറ്റളവ്, അളവ് ജാറിൻ്റെ ചുറ്റളവ് ഇൻറ്റു ഉയരം ആണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ പരപ്പളവ്, വ്യാപ്തം എന്നിവ കണ്ടെത്താൻ ഇവിടെ ഏതെല്ലാം അളവുകളാണ് ഉപയോഗിച്ചത്? പരപ്പളവ് കാണാൻ നീളവും വീതി ഉപയോഗിച്ചു അല്ലേ. വ്യാപ്തം കാണാൻ നീളം, വീതി, ഉയരവും വേണം. ഇവയെല്ലാം 2 സ്ഥാനങ്ങൾക്കിടയിലുള്ള ദൂരം തന്നെയല്ലേ? അതെ. ഇനി നോക്കൂ, 2 സ്ഥാനങ്ങൾക്കിടയിലുള്ള ദൂരം എന്നത് നീളം എന്ന ഭൗതിക അളവിനെ സൂചിപ്പിക്കുന്നു. പരപ്പളവ്, വ്യാപ്തം എന്നീ അളവുകളെ കണ്ടെത്താൻ നീളം എന്ന അടിസ്ഥാന അളവാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇങ്ങനെ അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് കണ്ടെത്താവുന്ന മറ്റു അളവുകളെ വ്യുൽപ്പന്ന അളവുകൾ എന്നാണ് വിളിക്കുന്നത്. എങ്കിൽ വ്യുൽപ്പന്ന അളവുകൾക്ക് ഒരു നിർവചനം എഴുതൂ. അപ്പോൾ വ്യുൽപ്പന്ന അളവുകളുടെ
നിർവചനം എന്താ? അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളാണ് വ്യുൽപ്പന്ന അളവുകൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഒരു ഗ്യാസ് സിലിണ്ടറിൽ മാസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ. നിങ്ങളുടെ എല്ലാ വീട്ടിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉണ്ട്. അപ്പോൾ ആ ഗ്യാസ് സിലിണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മാസ് എന്ന് പറയുന്നത് 14.2 ആയിരിക്കും. വീട്ടിൽ ഗ്യാസ് ഉണ്ടെങ്കിൽ നോക്കുക കേട്ടോ, 14.2 കിലോഗ്രാം എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇവിടെ മാസ് എന്നത് ഭൗതിക അളവിനെ 14.2 എന്ന സംഖ്യാമൂല്യവും കിലോഗ്രാം എന്ന യൂണിറ്റും ഉപയോഗിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതുപോലെ താഴെ കൊടുത്ത ചിത്രങ്ങളിലെ ഭൗതിക അളവുകളുടെ സംഖ്യാമൂല്യവും യൂണിറ്റും എഴുതി നോക്കൂ. ഭൗതിക അളവ് താപനിലയാണ്. സംഖ്യാമൂല്യം എന്താണ്? ആദ്യത്തെ ചിത്രത്തിൽ 37.8 സെൽഷ്യസിലാണ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ്. രേഖപ്പെടുത്തുന്ന രീതി 37.8 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അടുത്ത ചിത്രം നോക്കൂ. ഉയരമാണ്. ആ കുട്ടിയുടെ ഉയരം 165 ആണ്. സെന്റിമീറ്ററിലാണ് നമ്മൾ പറയുക. cm 165 cm സെന്റിമീറ്റർ അവിടെ കാണിക്കുക. അടുത്ത ചിത്രം നോക്കൂ. മാസാണ്. 1 കിലോഗ്രാം ആണ്. യൂണിറ്റ് കിലോഗ്രാമിലാണ് 1 kg എന്ന് എഴുതുക. ഭൗതിക അളവ് പ്രസ്താവിക്കാൻ അതിൻ്റെ മൂല്യം കാണിക്കുന്ന സംഖ്യയും യൂണിറ്റും ചേർത്ത് എഴുതണം. അപ്പം നമ്മൾ എപ്പോഴും ഭൗതിക അളവ് ചേർത്ത് എഴുതുന്നത് യൂണിറ്റും ചേർത്ത് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഇതിൽ ഈ സി, ഈ സെൻറ്റിമീറ്റർ, ഈ kg എല്ലാം എന്താണ്? യൂണിറ്റ് ആണ് കേട്ടോ. ഇനി ഭൗതിക അളവുകളുടെ യൂണിറ്റുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ ഉയരം പെൻസിൽ ഉപയോഗിച്ച് ചിത്രത്തിലേതുപോലെ ചുമരിൽ അടയാളപ്പെടുത്തുക. വ്യത്യസ്ത നീളമുള്ള 2 ഈർക്കിലുകൾ ഉപയോഗിച്ച് കുട്ടിയുടെ ഉയരം ഓരോരുത്തരും അളന്ന് കണ്ടെത്തുക. ലഭിച്ച അളവുകൾ സയൻസ് ഡയറിയിൽ എഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. ഒരു ബക്കറ്റിൽ ജലം എടുക്കുക. വ്യത്യസ്ത വലിപ്പമുള്ള 2 ഗ്ലാസുകൾ ഉപയോഗിച്ച് ഇതിലെ ജലം അളന്നു നോക്കൂ. അളവുകൾ സയൻസ് ഡയറിയിൽ എഴുതൂ. സയൻസ് ഡയറിയിൽ എഴുതിയ 2 പ്രവർത്തനങ്ങളിലെയും അളവുകൾ നൽകിയിരിക്കുന്ന പട്ടികയിൽ ക്രോഡീകരിക്കൂ. അപ്പം നമുക്കിവിടെ കുട്ടിയുടെ ഉയരം അളക്കുന്നതിന് നമ്മൾ ഭൗതിക അളവായ നീളം എടുത്തു. നീളം കൂടിയ ഈർക്കിലിയും നീളം കുറഞ്ഞ ഈർക്കിലിയും ഒക്കെ വെച്ച് നമുക്ക് അളക്കാവുന്നതാണ് കേട്ടോ. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ജലത്തിന്റെ അളവ് കണ്ടെത്താനും നമുക്ക് അങ്ങനെ ചെയ്യാം. പട്ടിക വിശകലനം ചെയ്താണ് നിങ്ങൾ ആ ക്വസ്റ്റിന് ആൻസേഴ്സ് എഴുതേണ്ടത്. അത് എഴുതി നോക്കുക. ഒരു ഭൗതിക അളവിനെ കൃത്യമായി പ്രസ്താവിക്കാൻ ലോകമെമ്പാടും അംഗീകരിച്ചിരിക്കുന്ന തോതാണ് യൂണിറ്റ്. അപ്പോൾ എന്താണ് യൂണിറ്റ്? ലോകത്തെല്ലാവിടെയും ഈ ഒരേ യൂണിറ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അടുത്തത്, മുൻകാലങ്ങളിൽ ഓരോ പ്രദേശത്തും അളക്കുന്നതിനും രേഖപ്പെടുത്തുന്നതിനും വ്യത്യസ്ത യൂണിറ്റുകളാണ് സ്വീകരിച്ചിരുന്നത്. ഉദാഹരണമായി നീളം അളക്കുന്നതിനും നമ്മുടെ നാട്ടിൽ അടി, മുഴം, ചാണൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, എല്ലാവിടെയും ഒരേപോലെയാണ്. അപ്പോൾ ഈ മുമ്പ് മറ്റു രാജ്യങ്ങളിലും പലതരം യൂണിറ്റുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇതിൻ്റെ പ്രായോഗിക പ്രശ്നങ്ങൾ എന്തെല്ലാമായിരിക്കും? കൃത്യത കുറവ്, മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് അളവുകൾ വിശകലനം ചെയ്യാൻ പ്രയാസം, അന്താരാഷ്ട്ര കച്ചവടത്തിലും വ്യവസായത്തിലുമുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ഇതൊക്കെ ബുദ്ധിമുട്ടുകൾ വരും. ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തിലേക്ക് പോണ സമയത്ത് ഈ പ്രശ്നങ്ങളെല്ലാം വരും അല്ലേ. എന്നാൽ ഇന്ന് നീളം അളക്കാൻ ലോകത്തെ എല്ലായിടത്തും മീറ്റർ എന്ന യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ മറ്റെല്ലാ ഭൗതിക അളവുകൾക്കും ലോകമെമ്പാടും അംഗീകരിച്ച യൂണിറ്റുകൾ ഉണ്ട്. യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി എന്നറിയപ്പെടുന്നത്, അതായത് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്നറിയപ്പെടുന്നു. ഇതിന്റെ ചുരുക്കെഴുത്താണ് SI യൂണിറ്റുകൾ. SI യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ലോകത്തെല്ലാവർക്കും ഒരേ അളവ് തന്നെ ലഭിക്കുന്നു. അതേപോലെ നാം ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെയും ഉപകരണങ്ങളുടെയും എല്ലാം ഭാഗങ്ങൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിർമ്മിച്ചാലും ലോകത്തിന്റെ ഏത് കോണിലുള്ള ഫാക്ടറിയിലും അതിനെ കൃത്യമായി യോജിപ്പിക്കാൻ സാധിക്കുന്നത് ഇതുകൊണ്ടാണ്. അളവുകൾ കറക്റ്റായിട്ട് എല്ലാവരുടെയും ഒരേപോലെ അളക്കുന്നത് കൊണ്ട് തന്നെയാണ് കേട്ടോ. ഒരേ ഭൗതിക അളവുകൾ തന്നെ വിവിധ സന്ദർഭങ്ങളിൽ വ്യത്യസ്ത യൂണിറ്റുകൾ ആവശ്യമാണ്. താരതമ്യേന കൂടിയ അളവുകൾക്ക് വലിയ യൂണിറ്റുകളും കുറഞ്ഞ അളവുകൾക്ക് ചെറിയ യൂണിറ്റുകളുമാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ നമുക്ക് നീളത്തിന് വിവിധ യൂണിറ്റുകൾ ഉണ്ട്. നീളത്തിന് SI യൂണിറ്റ് മീറ്റർ ആണ്, M ആണ് പ്രതീകം. പക്ഷെ അതിൽ ചെറുതായിട്ട് നമ്മൾ പറയും അല്ലേ. നോക്കൂ, സെന്റിമീറ്റർ അതിന്റെ ചെറുതാണ്, മില്ലിമീറ്റർ, കിലോമീറ്റർ, ഇതെല്ലാം നീളത്തിന്റെ യൂണിറ്റുകളാണ്. കണ്ടോ, 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. 1 സെന്റിമീറ്റർ 10 മില്ലിമീറ്റർ ആണ്. 1 മീറ്റർ 1000 മില്ലിമീറ്റർ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ ഇത് കണ്ടോ, ഇതും വേണം കേട്ടോ. 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര മൈക്രോമീറ്റർ ആണെന്നും കൂടി നിങ്ങളൊന്ന് നോക്കി വെക്കുക. മീറ്ററിനേക്കാൾ വലിയ യൂണിറ്റുകൾ ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളും ഉണ്ടല്ലോ. റോഡ് അരികിലുള്ള ഈ സൈൻ ബോർഡിൽ കിലോമീറ്റർ എന്ന് അടയാളപ്പെടുത്തിയത് കിലോമീറ്റർ എന്നതിന്റെ പ്രതീകമാണ്. 1 കിലോമീറ്റർ 1000 മീറ്റർ ആണ്. ഇതിനേക്കാൾ വലിയ യൂണിറ്റുകൾ ഉണ്ട്. അതെന്താണെന്നറിയോ? സൗരയൂഥത്തിന്റെ അളവുകോൽ വലിയ യൂണിറ്റ് ആണ്.
നമ്മൾ അതിനെ അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ്. അസ്ട്രോണമിക്കൽ യൂണിറ്റ് അഥവാ AU. ഇത് ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ്. അപ്പോൾ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം 15 കോടി കിലോമീറ്റർ. ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. ഒരു സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഇതിൻ്റെ ഒന്ന് നോക്കി വെക്കുക. ഇനി അടുത്തത് നമ്മൾ നീളത്തിൻ്റെ കേസ് പറഞ്ഞു. ഇനി മാസിൻ്റെ വിവിധ യൂണിറ്റുകളാണ് നോക്കുന്നത്. മാസ് എന്ന് പറഞ്ഞാൽ ഭാരം അളക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കാണുന്നുണ്ടല്ലോ 10 ഗ്രാം, 1 കിലോ, 10 കിലോ എന്നൊക്കെ കാണിക്കുന്നത് കണ്ടില്ലേ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ മാസിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണ് കേട്ടോ. kg എന്നതാണ് ഇതിൻ്റെ പ്രതീകം. അത്രയും മാത്രം ഇവിടെ നിന്ന് പഠിച്ചു വെക്കുക. ഇനി മാസിന് കിലോഗ്രാം കൂടാണ്ട് വേറെ യൂണിറ്റുകൾ ഏതൊക്കെയാണ് ചോദിച്ചാൽ മില്ലിഗ്രാം ഉണ്ട്, ഗ്രാം ഉണ്ട്. ഇത് കിലോഗ്രാം കൂടാതെ വരുന്ന ചെറിയ യൂണിറ്റുകളാണ്. 1 ഗ്രാം എന്ന് പറയുന്നത് 1000 മില്ലിഗ്രാം ആണ്. ഇത് പഠിച്ചു വെക്കുക. മാസിന്റെ വലിയ യൂണിറ്റുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ലോറികളിൽ ഭാരം കയറ്റിക്കൊണ്ടുവരുന്നത് കണ്ടിട്ടില്ലേ? വലിയ ഇത്തരം അളവുകൾ ഏത് യൂണിറ്റിലാണ് പ്രസ്താവിക്കുന്നത്? ക്വിൻ്റൽ ആണ്. ക്വിൻ്റൽ, ടണ്ണൊക്കെ മാസിന്റെ വലിയ യൂണിറ്റുകളാണ്. അപ്പം മാസ് ഭാരം അളക്കാൻ, ഭാരത്തിന്റെ ആദ്യം നമ്മൾ മാസിലാണ് പറയുക. മാസ് കിലോഗ്രാം ആണ് അതിന്റെ യൂണിറ്റ്. മില്ലിഗ്രാം, ഗ്രാം എന്നത് അതിന്റെ ചെറിയ അളവുകളും ക്വിൻ്റൽ, ടൺ എന്നുള്ളത് മാസിന്റെ വലിയ യൂണിറ്റുകളുമാണ് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്കിനി ഇവിടെ എഴുതിയിരിക്കുന്നു നോക്കാം. മില്ലിഗ്രാം തന്നിട്ടുണ്ട്. 1 കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര മില്ലിഗ്രാം ആണെന്ന് തന്നിരിക്കുന്നു. 1 കിലോഗ്രാം 1000 ഗ്രാം ആണ്. 1 ക്വിൻ്റൽ 100 കിലോഗ്രാം ആണ്. 1 ടൺ 1000 കിലോഗ്രാം ആണ്. അപ്പോൾ മാസിൻ്റെ കഴിഞ്ഞാൽ ഇനി സമയമാണ് നമുക്ക്. സമയത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡാണ്. 1 മണിക്കൂർ എന്ന് പറയുന്നത് 3600 സെക്കൻഡാണ്. ഇതൊക്കെ വേണം കേട്ടോ. അപ്പോൾ സമയം നമുക്ക് മിനിറ്റ്, മണിക്കൂറിലൊക്കെ നമ്മൾ പറയുമെങ്കിലും മെയിനായിട്ട് സെക്കൻഡാണ് അതിൻ്റെ പ്രതീകം വരുന്നത്. 1 മിനിറ്റ് 60 സെക്കൻഡാണ്. 1 മണിക്കൂർ 3600 സെക്കൻഡ്സ് ആണ്. സമയം കഴിഞ്ഞാൽ നമുക്ക് വ്യാപ്തമാണ്, വോള്യം. ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവാണ് അതിൻ്റെ വ്യാപ്തം. ഓക്കെ, ജലത്തിൻ്റെ വ്യാപ്തം നമ്മൾ കണ്ടെത്തിയത് ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവർ. നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് ആലോചിക്കുക. വ്യാപ്തത്തിൻ്റെ SI യൂണിറ്റ് ക്യൂബിക് മീറ്റർ ആണ് കേട്ടോ. അതായത് അതെങ്ങനെയാണ് നമ്മൾ എഴുതുക? സെൻറ്റിമീറ്റർ എഴുതിയിട്ട് മേലൊരു 3 എഴുതുക. സെൻറ്റിമീറ്റർ ക്യൂബ്. സെൻറ്റിമീറ്ററിൽ എഴുതുമ്പോൾ മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ എമ്മിന് ശേഷം M ക്യൂബ് എന്ന് എഴുതിയാൽ മതി. ഇവിടെ ഉണ്ടല്ലോ എന്ന് പ്രതീകം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത് നോക്കൂ, 1 ലിറ്റർ 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. 1 ലിറ്റർ എത്ര മില്ലി ലിറ്റർ ആണ്? 1000 മില്ലി ലിറ്റർ ആണ്. ഓക്കെ, അപ്പോൾ വ്യാപ്തം കഴിഞ്ഞാൽ നെക്സ്റ്റ് സാന്ദ്രത, ഡെൻസിറ്റി ആണ്. പെട്രോൾ പമ്പുകളിൽ ഡെൻസിറ്റി പ്രദർശിപ്പിക്കുന്നത് എന്തിനാണ്? ഒരു കാർഡ്ബോർഡ് പെട്ടി എടുത്ത് അതിൻ്റെ വ്യാപ്തം കണക്കാക്കുക. അതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണത്. വ്യാപ്തം കാണാൻ മാസ് ബൈ വ്യാപ്തം എന്നത് യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിൻ്റെ മാസാണല്ലോ. യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിൻ്റെ മാസിനെ സാന്ദ്രത എന്ന് പറയുന്നു. അപ്പോൾ സാന്ദ്രത കണ്ടുപിടിക്കേണ്ട ഫോർമുല മാസ് ബൈ വ്യാപ്തമാണ് കേട്ടോ. മാസ് തന്നിട്ടുണ്ട്, വ്യാപ്തം വോള്യൂം അറിയാമെങ്കിൽ അത് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാന്ദ്രത കിട്ടും. നമുക്ക് ആവശ്യമുള്ളത് മാത്രമാണ് നമ്മളിതിൽ പറഞ്ഞു പോകുന്നുള്ളൂ. ഇനിയാണ് അടിസ്ഥാന യൂണിറ്റുകൾ, ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. 1960 പാരീസിൽ നടന്ന വിവിധ രാജ്യങ്ങളുടെ പൊതുസമ്മേളനം അളവുകളുടെ സംയോജിത സംവിധാനമായ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അഥവാ SI യൂണിറ്റുകൾക്ക് സാർവദേശീയ അംഗീകാരം നൽകി 1960. അപ്പോൾ അതുകൊണ്ടാണ് ഈ SI യൂണിറ്റ് ലോകമെമ്പാടും ഒരേ അളവുകൾ തന്നെ ഉപയോഗിക്കുന്നത് കേട്ടോ. എല്ലാ അടിസ്ഥാന അളവുകൾക്കും ഓരോ യൂണിറ്റുകളുണ്ട്. അടിസ്ഥാന അളവുകളുടെ യൂണിറ്റുകളാണ് അടിസ്ഥാന യൂണിറ്റുകൾ. അപ്പോൾ ഇതാണ് അടിസ്ഥാന യൂണിറ്റുകളും പ്രതീകങ്ങളും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നീളം മീറ്റർ ആണ്, മാസ് കിലോഗ്രാം, സമയം സെക്കൻഡ്, താപനില കെൽവിൻ, വൈദ്യുത പ്രവാഹ തീവ്രത ആംപിയർ, പദാർത്ഥത്തിൻ്റെ അളവ് മോൾ, പ്രകാശ തീവ്രത കാൻഡല. ഇത് ഫുൾ പഠിച്ചു വെക്കുക. ഇതിൻ്റെ യൂണിറ്റിൻ്റെ പേരും അതിൻ്റെ പ്രതീകവും വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. SI യൂണിറ്റുകളുടെ പ്രത്യേകത ഇതും പഠിക്കണം. ഏകീകൃത യൂണിറ്റുകളാണ്, അന്താരാഷ്ട്ര അംഗീകാരം ഉള്ളവയാണ്. ഇവയെ അടിസ്ഥാനമാക്കി മറ്റു അളവുകളുടെ യൂണിറ്റുകൾ പ്രസ്താവിക്കാൻ കഴിയും. ഇനി വ്യുൽപ്പന്ന അളവുകളാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. നമുക്ക് തന്നിരിക്കുന്ന SI യൂണിറ്റിൽ നിന്ന്, അതായത് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ അടിസ്ഥാന അളവുകളിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ ഡിറൈവ്ഡ് ആയിട്ടുള്ള വ്യുൽപ്പന്ന അളവുകൾ. വ്യാപ്തം, സാന്ദ്രത എന്നിവ വ്യുൽപ്പന്ന അളവുകളാണല്ലോ. ഇവയുടെ യൂണിറ്റുകളാണ് വ്യുൽപ്പന്ന യൂണിറ്റുകൾ. ഇപ്പം നമുക്ക് പരപ്പളവ് വ്യുൽപ്പന്ന യൂണിറ്റ് ആണ്. പരപ്പളവ് കാണണമെങ്കിൽ നീളം ഇൻറ്റു വീതി ചെയ്യണം.
വ്യാപ്തം കാണണമെങ്കിൽ നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം ചെയ്യണം. സാന്ദ്രത കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? മാസ് ഡിവൈഡഡ് ബൈ വ്യാപ്തം ചെയ്യണം. അതുപോലെ പരപ്പളവിന്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. വ്യാപ്തമാണെങ്കിലോ മീറ്റർ ക്യൂബ് ആണ്. സാന്ദ്രത കിലോഗ്രാം, ഒരു ബാർ ഇടുക, മീറ്റർ ക്യൂബ്. ഇനി വ്യുൽപ്പന്ന യൂണിറ്റിന് ഒരു നിർവചനം. അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയ യൂണിറ്റുകളാണ് വ്യുൽപ്പന്ന യൂണിറ്റുകൾ. പഠിക്കണം. ഇനി യൂണിറ്റുകൾ എഴുതുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ നോക്കൂ, 1.5 ലിറ്റർ ജലത്തിന്റെ മാസ്. അപ്പൊ നമ്മൾ 1.5 kg ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ, ജലത്തിന്റെ സാന്ദ്രത. അപ്പൊ നമ്മൾ അതിനും ഒരു അളവ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താണിതെന്ന് നോക്കാം. ഇവയുടെ യൂണിറ്റ് രേഖപ്പെടുത്തുന്നതിൽ ഉണ്ടായേക്കാവുന്ന പിഴവുകൾ വിശദീകരിക്കുന്ന ഒരു പട്ടിക താഴെ നൽകിയിട്ടുണ്ട്. ഇവ ഓരോന്നും ശരിയായ രേഖപ്പെടുത്തലുമായി താരതമ്യം ചെയ്ത് യൂണിറ്റുകളുടെ രേഖപ്പെടുത്തലിനെ പൊതു നിയമാവലി നിർദ്ദേശിക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് തെറ്റാണ്. കാരണം ഒരിക്കലും യൂണിറ്റിന്റെ ബാക്കിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാൻ പറ്റില്ല. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചെറിയ അക്ഷരങ്ങൾ ഉപയോഗിക്കുക. അടുത്തത് നോക്കൂ, ഇവിടെ എന്തെങ്കിലും തെറ്റുണ്ടോ? ഉണ്ട്. ഈ കിലോഗ്രാം സെക്കൻഡ് എന്നുള്ളത് എഴുതാൻ ഇങ്ങനെ ഒരുമിച്ച് എഴുതരുത്. ബഹുവചനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അടുത്തത് ശരിയാണ്. സംഖ്യയ്ക്കും ചിഹ്നത്തിനും ഇടയിൽ ഒരകലം നൽകുക. പക്ഷെ ഇതിനൊരു അകലം നൽകണം, അത് ഇവിടെ കൊടുത്തിട്ടില്ല, അതും തെറ്റാണ്. അടുത്തത് നോക്കൂ, ഒരേ യൂണിറ്റുകൾ ആവർത്തിച്ച് വരുമ്പോൾ അവയെ ചുരുക്കി എഴുതണം. ഇങ്ങനെ ബാറിട്ട് എഴുതരുത്. പകരം എന്ത് ചെയ്താൽ മതി? m³ എന്ന് എഴുതിയാൽ മതിയായിരുന്നു. അപ്പൊ അതും തെറ്റിയിട്ടുണ്ട് അവിടെ. നെക്സ്റ്റ് നോക്കൂ, യൂണിറ്റിന്റെ പ്രതീകവും യൂണിറ്റിന്റെ പേരും ഇടകലർത്തി എഴുതരുത്. അടുത്തത് നോക്കൂ, ഒരേ അളവിനായി വ്യത്യസ്ത യൂണിറ്റുകൾ ഉപയോഗിക്കരുത്. അടുത്തത്, യൂണിറ്റുകളുടെ പേര് പ്രതീകത്തിന് പകരമായി എഴുതുമ്പോൾ ചെറിയ അക്ഷരങ്ങൾ മാത്രം ഉപയോഗിക്കുക. ഇവിടെ കണ്ടു, 273 കെൽവിൻ, 250 മീറ്റർ, ഇങ്ങനെ എഴുതരുത്. ചെറിയ അക്ഷരം, ഈ കെ ചെറുതാക്കുക മുഴുവനായിട്ട് എഴുതുമ്പോൾ. അല്ലാത്ത പക്ഷം എഴുതാം കെ എന്നുള്ളത്. അതുപോലെ മീറ്റർ, m സ്മോൾ ലെറ്റർ ആണ് എഴുതേണ്ടത് കേട്ടോ. കണ്ടോ, ശരിയായതാണ് ഞാൻ ഈ സൈഡിൽ കൊടുക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. എല്ലാത്തിൻ്റെയും സൈഡിൽ അതിൻ്റെ ശരിയായത് കൊടുക്കുന്നു. കണ്ടല്ലോ, ഇതുപോലെയാണ് നമ്മൾ എഴുതേണ്ടത്. എല്ലാം ശരിയാക്കി എഴുതിയിട്ടുണ്ട്. ശരിയാക്കിയത് നോട്ട് ചെയ്യുക. അടുത്തത്, ബലം ശരിയായ രീതി നമ്മൾ എഴുതിയിരിക്കുന്നത് കണ്ടോ. ബലത്തിന്റെ യൂണിറ്റ് ക്യാപിറ്റലിൽ എഴുതണം. വ്യക്തികളുടെ പേരിൽ നിന്ന് രൂപം കൊണ്ട യൂണിറ്റിന്റെ പ്രതീകങ്ങൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതണം. നീളമാണെങ്കിൽ ഡെസ്കിന്റെ നീളം 60 സെന്റിമീറ്റർ. നമ്മൾ എഴുതിയിരിക്കുന്നുണ്ടോ, പ്രതീകത്തിന് ശേഷം കുത്ത്, കോമ എന്നീ ചിഹ്നങ്ങൾ ഉപയോഗിക്കരുത്. വാചകത്തിന് കുത്തോ കോമയോ ആവശ്യമെങ്കിൽ ഉപയോഗിക്കാം. ഊർജമാണെങ്കിൽ യൂണിറ്റുകളുടെ ഗുണിതങ്ങളായി വ്യുൽപ്പന്ന യൂണിറ്റുകൾ എഴുതുമ്പോൾ അവർക്കിടയിൽ കുത്ത് സ്പേസ് വേണം. ഇനി അളവ് ഉപകരണങ്ങളാണ്. നമുക്കൊരു സ്കെയിലും ഒരു ടേപ്പും തന്നിട്ടുണ്ട്. സ്കെയിൽ ഉപയോഗിച്ച് ഒരു പേനയുടെ നീളം കണ്ടെത്തി എഴുതൂ. ഒരു അളവ് ടേപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ ഉയരവും കണ്ടെത്തൂ. നിങ്ങൾ ഉപയോഗിച്ച സ്കെയിൽ ടേപ്പ് ഏത് യൂണിറ്റ് അടിസ്ഥാനമാക്കിയതാണ്? അത് നിങ്ങൾ എഴുതേണ്ടതാണ് കേട്ടോ. ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് നാം ഉപയോഗിക്കുന്ന സാധാരണ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് 0.1 സെന്റിമീറ്റർ ആണ്. ഇതിനേക്കാൾ കുറഞ്ഞ ലീസ്റ്റ് കൗണ്ട് ഉള്ള അളവ് ഉപകരണങ്ങൾ ഉണ്ടോ? ഉണ്ട്. വെർനിയർ, കാലിപ്സ്, സ്ക്രൂ ഗേജ് ഒക്കെ അങ്ങനെ വരുന്നതാണ് കേട്ടോ. സ്കെയിൽ ഉപയോഗിച്ച് ഒരു പേപ്പറിന്റെ കനം കണ്ടെത്താൻ കഴിയുമോ? നേരിട്ട് അളക്കാൻ കഴിയില്ല. കാരണം ഒരു സാധാരണ പേപ്പറിന്റെ കനം 1 മില്ലിമീറ്ററിലും വളരെ കുറവാണ്. സാധാരണ സ്കെയിൽ ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നീളം 1 മില്ലിമീറ്റർ ആയതിനാൽ ഒരു പേപ്പറിന്റെ കനം നേരിട്ട് സ്കെയിൽ വെച്ച് കൃത്യമായി അളക്കാൻ സാധിക്കില്ല. ഇതിനായി സ്ക്രൂ ഗേജ് ആണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. ഇനി സ്കെയിൽ ഉപയോഗിച്ച് പേപ്പറിന്റെ കനം കണ്ടെത്തുന്ന വിധം അവർ തന്നിട്ടുണ്ട്. പേപ്പറുകൾ അടുക്കി വെച്ചിരിക്കുന്നതാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ പേപ്പറുകൾ അടുക്കി വെച്ച് കനം അളന്നെഴുതൂ. പേപ്പർ കെട്ടിലെ പേപ്പറുകളുടെ എണ്ണം നോക്കുക. പേപ്പർ കെട്ടിന്റെ കനം നോക്കുക. പേപ്പറിന്റെ കനം കാണുക. അതിന് പേപ്പർ കെട്ടിന്റെ കനം ഹരണം എണ്ണം ചെയ്യണം, എങ്കിലേ ആൻസർ കിട്ടൂ. അപ്പം നമുക്കൊരു 500, നമ്മളൊരു ഏകദേശം കൊടുക്കുകയാണ് കേട്ടോ. 500 ആണ് പേപ്പറുകളുടെ എണ്ണം. കനം 55 മില്ലിമീറ്റർ. അപ്പം നമ്മൾ ഹരിക്കുന്നു. പേപ്പർ കെട്ടിന്റെ കനം ആദ്യം എഴുതണം. 55 മില്ലിമീറ്റർ ഹരണം 500 ചെയ്യുക. 0.11 മില്ലിമീറ്റർ ഒരു പേപ്പറിന്റെ കനം വരും. ഒരു പേപ്പറിന്റെ കനമാണ് കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് എത്ര പേപ്പറാണോ നിങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത് അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അളവ് ചാർ ഉപയോഗിച്ച് വ്യാപ്തം കണ്ടെത്തുന്ന വിധമാണ് അടുത്ത് തന്നിരിക്കുന്നത്. അളവ് ചാറിലെ ലീസ്റ്റ് കൗണ്ട് മില്ലി ലിറ്ററിലാണ് നമ്മൾ എഴുതുന്നത്.
ഇനി സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് സമയം അളക്കുന്ന വിധം തന്നിട്ടുണ്ട്. സ്റ്റോപ്പ് വാച്ച് ഒരു സമയ ഇടവേള നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നു. ചിത്രത്തിൽ കാണുന്നത് പോലെ ലോഹഗോളത്തെ നൂലിൽ കെട്ടി തൂക്കുക. ലോഹഗോളത്തെ പിന്നോട്ട് വലിച്ച് സാവധാനം വിടുക. ചലനം നിരീക്ഷിക്കുക. ഇത്തരത്തിലുള്ള 10 ദോലനത്തിനെടുക്കുന്ന സമയം ഒരു സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് കണ്ടെത്തി രേഖപ്പെടുത്തുക. 10 ദോലനത്തിന് ആവശ്യമായ സമയം നിങ്ങളാണ് എഴുതേണ്ടത്. നിങ്ങൾ ഇതുപോലെ ഒരു സിമ്പിൾ പെൻഡുലം അഥവാ ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് അളന്ന് നോക്കണം. ഭൗതിക അളവുകളെ മനസ്സിലാക്കുന്നത് തുടർ പഠനത്തിനും നിത്യജീവിതത്തിലെ അളവുകളും യൂണിറ്റുകളും ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നതിനും സഹായിക്കും. നെക്സ്റ്റ് വിലയിരുത്താമാണ്. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. മറ്റുള്ളവയുടെ പൊതു സവിശേഷത എഴുതുക. ആദ്യത്തെ കിലോമീറ്റർ ആണ്. മറ്റുള്ളവ SI യൂണിറ്റുകളാണ്. നീളത്തിന്റെ വലിയ യൂണിറ്റ് ആണ് കിലോമീറ്റർ. രണ്ടാമത്തെ പരപ്പളവാണ്. പരപ്പളവ് ഇതൊരു വ്യുൽപ്പന്ന യൂണിറ്റ് ആണ്. മറ്റുള്ളവ അടിസ്ഥാന യൂണിറ്റ് ആണ്. അടുത്തത് ഡിഗ്രി സെൽഷ്യസ് ആണ് കൂട്ടത്തിൽ പെടാത്തത്. മറ്റുള്ളവ SI യൂണിറ്റുകളാണ്. താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ ആണ്. നീളത്തിന്റെ വിവിധ യൂണിറ്റുകൾ താഴെ തന്നിരിക്കുന്നു. കിലോമീറ്റർ എന്താണ്? ഒരു കിലോമീറ്റർ 1000 മീറ്റർ ആണ്. നെക്സ്റ്റ് മില്ലിമീറ്റർ ആണ്. അപ്പോൾ ഒരു മീറ്റർ 1000 മില്ലിമീറ്റർ ആണ്. സെന്റിമീറ്റർ ആണ്. 100 സെന്റിമീറ്റർ ആണ് ഒരു മീറ്റർ. താഴെ തന്നിരിക്കുന്ന അളവുകളെ വിലയിൽ വ്യത്യാസം വരാതെ SI യൂണിറ്റിലേക്ക് മാറ്റി എഴുതുക. 2000 ഗ്രാം എന്ന് പറയുന്നത് 2 കിലോഗ്രാം ആണ്. ഒരു മണിക്കൂർ 1 അവർ എന്ന് പറയുന്നത് 3600 സെക്കൻഡ് ആണ്. 1.5 കിലോമീറ്റർ എന്ന് പറയുന്നത് 1500 മീറ്റർ ആണ്. 200 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. എന്താ ഇങ്ങനെ എഴുതാൻ കാരണം വെച്ചാൽ ഇതിന്റെ കൂടെയുള്ള യൂണിറ്റുകൾ ശ്രദ്ധിക്കൂ. ഇവർ മാത്രമാണ് അടിസ്ഥാന യൂണിറ്റുകൾ. അടിസ്ഥാന യൂണിറ്റുകളുടെ ഇതിൽ നമ്മൾ SI യൂണിറ്റ് പഠിച്ചില്ലേ? ആ SI യൂണിറ്റിലേക്ക് മാറ്റി എഴുതാൻ പറഞ്ഞ് ഇങ്ങനെ വേണം ചെയ്യാൻ. അതായത് ചെറിയ അളവുകളോ മറ്റ് യൂണിറ്റോ പ്രതീകങ്ങളോ ഇതിന്റെ കൂടെ ചേർത്ത് എഴുതരുത്. മാസിന്റെ വിവിധ യൂണിറ്റുകൾ തന്നിരിക്കുന്നു. ഈ യൂണിറ്റുകളെ അവയുടെ മൂല്യത്തിന്റെ ആരോഹണ ക്രമത്തിൽ എഴുതുക. മില്ലിഗ്രാം, ഗ്രാം, കിലോഗ്രാം, ക്വിന്റൽ. മില്ലിഗ്രാം ആദ്യം എഴുതുക, പിന്നെ ഗ്രാം, കിലോഗ്രാം, ക്വിന്റൽ ഇങ്ങനെ എഴുതുക. ഇത്രയുമാണ് നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുറച്ച് സ്പീഡിലാണ് നമ്മൾ ഇന്ന് ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. എല്ലാ കമൻറ്റ്സിനും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കമൻറ്റ് ഇടണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.